ഇന്ന് നമുക്ക് ഉണക്കപ്പയർ കറി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് പയർ ഞാൻ കുക്കറിൽ വെള്ളമൊഴിച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അതിലേക്കൊരു താളിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അത് കാഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി വെളുത്തുള്ളി ഇടാം ആദ്യം. അപ്പോൾ ചുവന്നുള്ളി ഒരു 5-8 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളത് ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഞാൻ അധികം ചേർക്കേണ്ട, ഇത്തിരി ഗ്യാസ് ഫോം ചെയ്യുന്നൊരു ഇതാണല്ലോ ഈ പയർ. അപ്പോൾ വെളുത്തുള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിക്ക് അത് മൊരിഞ്ഞ് വരുമ്പോഴുള്ളൊരു മണം ഈ ഉപ്പേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ചുവന്നുള്ളി വെളുത്തുള്ളിക്ക് അധികം എടുത്തിട്ടുണ്ട്. ഒന്ന് ശരിയായി വരട്ടെ. നമുക്ക് ഇളക്കി കൊടുത്ത് അത് മൊരിച്ചെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് വളരെ അത്യാവശ്യമുള്ളതാണ് ഇതൊക്കെ പയർ, കടല, പരിപ്പ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഞങ്ങൾ വയസ്സായവരായപ്പോൾ ഞങ്ങൾ കുറച്ച് നാൾ ഇതൊക്കെ നിർത്തിയതായിരുന്നു. അപ്പോൾ അപ്പു വന്നപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കുറേശ്ശെ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഒരുവിധം റെഡിയായി വരുന്നുണ്ട്. നന്നായി മൊരിഞ്ഞ് വരട്ടെ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഉള്ളി ഒരുവിധം നന്നായി മൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ചതച്ചതാണ് ഞാനിടാൻ പോകുന്നത്. അതാണ് ഈ ഉപ്പേരിക്കുള്ള പ്രത്യേകത. വറ്റൽമുളക് ചതയ്ക്കുക, വെളുത്തുള്ളി കൂടുതലിടുക, ചുവന്നുള്ളി അത് ഇട്ട് കാച്ചിയെടുക്കലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കറിയാണ്. അപ്പോൾ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അത് ചതച്ചെടുക്കണം. പിന്നെ വേപ്പിലിട്ട് അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇത്രയുള്ള കാര്യം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഒരു തൈര് കറിയോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ എന്തെങ്കിലും ഒരു ചാറ് കറി ഉണ്ടായാൽ മതി. നമുക്ക് പയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ആണ് ഇന്നത്തെ എൻ്റെ പയർ കറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മീൻ വറുത്തതോ മുട്ട പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്.